ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ അലക്കാനിടാണെന്ന് കുറേ അലക്കാനുണ്ട് കേട്ടോ. അത് കാരണം കൊണ്ട് തന്നെ ഇന്ന് പലഹാരപ്പണി ചെയ്യാനായിട്ട് ഞാൻ നിന്നില്ല. അങ്ങനെ അലക്കാൻ ഒക്കെ എടുത്തിട്ടുണ്ട്. കുറേ ദിവസം 2-3 ദിവസമായി അലക്കിയിട്ട് എനിക്ക് വയ്യാണ്ടായി. പിന്നെ അലക്കലും കുറച്ച് എഡിറ്റിങ്ങും ഒക്കെ ഭയങ്കര പെൻഡിങ് ആയിട്ടാണ്. ഇനി ഒന്നിച്ചോടെ തീർക്കുമ്പോൾ വീണ്ടും വയ്യാണ്ടാവും. റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കണ ഏറ്റവും നല്ലത് നമ്മൾ അപ്പം തീർക്കണം തന്നെയാണെന്ന് എനിക്ക് തോന്നാറ്. അങ്ങനെ അലക്കാനുള്ളതും അതുപോലെ മെഷീനിലിടാനുള്ളതും മാറി മാറി വേർതിരിച്ച് എടുത്തു. എന്നിട്ട് ഇതാ മെഷീനിലിടാനുള്ളത് അങ്ങോട്ട് കൊണ്ടുപോകാണ് കേട്ടോ. ബാക്കിയുള്ളത് താഴത്തെ കല്ലുമ്മ അലക്കാലോ. പുറത്ത് കല്ലുമ്മയാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ അലക്കാൻ പറ്റും. അപ്പോൾ അത് ആ മെഷീനിൽ കൊണ്ടുവന്നിടാണ്. അപ്പോൾ മെഷീനിലിട്ടിട്ട് വെളുക്കാത്ത തുണികൾ നമ്മളൊന്ന് സോപ്പ് പൊടിയിൽ മുക്കി വെച്ചതിന് ശേഷം അതിലേക്ക് ഇടുക കേട്ടോ. കുറച്ചും കൂടി നന്നാവുക. പിന്നെ സോപ്പും പൊടി പിടിക്കുന്നതിനൊക്കെ ലിക്വിഡായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ വഴുതനങ്ങ ചേട്ടാ അരിയുന്നുണ്ട്. ചോറ് വാർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കട്ടൻ ചായക്ക് ആയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ളത് എടുത്തു കേട്ടോ കുടിക്കാനായിട്ട്. ചായ കുടിച്ചിട്ട് ബാക്കിയുള്ള പരിപാടികൾ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ ചായ കുടിച്ചു. ഇപ്പോൾ തൊണ്ടയിലത്തെ ആ ബുദ്ധിമുട്ട് അങ്ങോട്ട് മുഴുവൻ അങ്ങോട്ട് മാറണുള്ളൂ. എൻ്റെ ശബ്ദം എപ്പോഴും അങ്ങോട്ട് ശരിയായിട്ടില്ലല്ലോ. പിന്നെ ഇതാ തൊണ്ടയിലെ വയ്യായൊക്കെ വന്ന കാരണം കൊണ്ട് തന്നെ ഹെന്ന ചെയ്തിട്ട് നമ്മുടെ നീലാമരി പൗഡർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ തലേദിവസം ചൂടുവെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളാക്കി വയ്ക്കുമ്പോൾ പച്ച കളറാവും കേട്ടോ. എടുക്കാനിടുമ്പോൾ ഇതേപോലെ കറുപ്പ് കളറാവും. ഉള്ളിൽ വീണ്ടും പച്ചയ്ക്ക് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഗ്ലൗസ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് നല്ലത്. കൈമയ്ക്ക് കറുപ്പ് കളർ വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ബ്രഷ് ഉപയോഗിച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ കുറേ നേരം വേണ്ട. കൈ കൊണ്ടാകുമ്പോൾ അധികം ടൈമൊന്നും വേണ്ട. അത് കാരണം കൊണ്ടാണ് ഞാൻ ഈ ചെയ്തത് കേട്ടോ. പക്ഷേ കൈമ നിറച്ച് കറുപ്പായി. കുറേ നേരം സോപ്പിട്ടൊക്കെ കഴുകേണ്ടി വന്നു. അപ്പോൾ ഇനി താഴത്തേക്ക് അങ്ങനെ വീണാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു കവർ എടുത്തുകൊണ്ട് കെട്ടിയിട്ടാണ് പിന്നെ നമ്മുടെ അടുക്കളയിലേക്കുള്ള ബാക്കിയുള്ള പരിപാടികൾക്കുള്ള പോക്ക് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വേഗം ഓടിച്ചെന്ന് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അത് കത്തിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ തലേദിവസം നമ്മുടെ ചിക്കൻ കറിയിലെ കുറച്ച് ബാലൻസ് ഉണ്ട്. അപ്പോൾ അത് ഒരു ചെറിയ ചട്ടിയിലേക്ക് ആക്കിയിട്ട് ചൂടാക്കി വെച്ചാൽ പിള്ളേർ കഴിച്ചോളില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചീനച്ചട്ടിയാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എല്ലാ കാര്യങ്ങളും ആ ഒരു ചീനച്ചട്ടി കൊണ്ട് തന്നെ നടക്കും. എന്നാൽ ഉള്ളൊക്കെ നല്ല വെളുത്ത് നല്ല അടിപൊളി ചീനച്ചട്ടി തന്നെയാണ് താനും. പിന്നെ ഇതാ നമുക്ക് ചെമ്മീൻ കൊണ്ട് റെസിപ്പി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ചെമ്മീൻ അപ്പുറത്ത് വറുക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിയുമ്പോഴേക്കും അതായി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. വലിയ ചീനച്ചട്ടിയിൽ നമ്മൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ച് കറിവേപ്പിലയും കൂടി നന്നായിട്ടൊന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടിയാണ് കേട്ടോ ഇന്ന് ചേർക്കുന്നത്. ചതച്ച മുളക് ഇല്ലാത്തതുകൊണ്ടാണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം കനം കുറച്ച് വഴുതനങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അങ്ങനെ ഉടയൂട്ടോ. അപ്പോൾ ഇങ്ങനെ ഇളക്കി എടുക്കണതിൻ്റെ ഒക്കെ ഒരു സ്റ്റൈലും നല്ല പ്രത്യേകതയുണ്ട്. എന്നാലാണ് അത് ഉടയാണ്ട് കിട്ടുള്ളൂ. പിന്നെ ചേട്ട അരിയുമ്പോൾ എപ്പോഴും നല്ല കനം കുറച്ച് അരി കേട്ടോ. ഇത്തിരി വലുതാക്കിയാലൊന്നും കുഴപ്പമില്ല. വഴുതനങ്ങി ഇത്തിരി കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. വെളിച്ചെണ്ണ ഇത്തിരി മുന്നിട്ട് നിൽക്കണം. അതാണ് വഴുതനങ്ങി ഉപ്പേരിക്കുള്ള ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ആ ചെമ്മീൻ പൊടി ഉണ്ടാക്കാനാണ്. അപ്പോൾ ആദ്യം ചെമ്മീനിട്ട് ഒരുവിധം വറവായപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. സാധാ മുളക് പൊടി തന്നെയാണ്. ഇത്തിരി ഉപ്പും കൂടിയിട്ടിട്ട് മിക്സ് ചെയ്തു. അപ്പോഴേക്കും നമ്മുടെ വഴുതനങ്ങയുടെ പരിപാടിക്ക് ഒരുവിധം ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഞാനിതൊക്കെ എടുത്ത് മിക്സിയിലിട്ടിട്ട് ഒരു കറക്കാണ്. തരിതരിപ്പോടുകൂടി ചമ്മന്തിയാണ് കേട്ടോ അരയ്ക്കണത്. എന്നിട്ട് ഇതാ ഒരു ബൗളിലേക്ക് ഇട്ട് വെച്ചു. അപ്പോൾ പിന്നെ ആവശ്യക്കാരെടുത്തോളല്ലോ, ഞാൻ എടുത്ത് കൊടുക്കാൻ നിൽക്കണ്ടല്ലോ. അങ്ങനെ അതാ ഉപ്പും കൂടി ഇട്ടിട്ട് ആ പൊടിച്ച് വെച്ചതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടു. പിന്നെ കുറച്ച് അധികം തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ആ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് അടിപൊളി ടേസ്റ്റ് ആവുക. ഞാൻ അത്ര അങ്ങോട്ട് ഒഴിച്ചിട്ടില്ല. എന്നാലും അത്യാവശ്യം ഒഴിച്ച് മിക്സ് ചെയ്ത് 2-3 കറിവേപ്പിലൊക്കെ മുകളിലിട്ട് ഇതാ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഒരു രസം കൂടി വെക്കാമെന്ന് വിചാരിച്ചിട്ട്. എന്നുവെച്ചാൽ വഴുതനങ്ങ ഉപ്പേരിയും മാത്രം ആകുമ്പോൾ ശ്രീകുട്ടനൊന്നും ചാറ് ഇല്ലാണ്ട് പറ്റില്ല. അപ്പോൾ എന്തായാലും ചാറ് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാത്രം എടുത്തങ്ങാട്ട് വേഗം തന്നെ അതിലേക്ക് ഒരു കായത്തിൻ്റെ ഇട്ടും പിന്നെ എല്ലാം നിങ്ങൾ കുത്തിച്ചതച്ചൊക്കെ അങ്ങോട്ട് ഇട്ടു. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു രസമാണ് കേട്ടോ. ഭയങ്കര ഈസിയാണ്. ഇത്തിരി ജീരകത്തിൻ്റെ പൗഡറും എല്ലാതും ഇട്ട് കൊടുത്ത് അത് തിളപ്പിച്ചിട്ടുണ്ട്. കടുക് വറുത്ത് വെച്ചു കേട്ടോ. ചേട്ടന് പോണ നേരം ആകുമ്പോഴേക്കും ഇനിയിപ്പോൾ ഉള്ളൊരു വിഷമം വേണ്ട, നമ്മൾ പണിയെടുക്കാം. എന്നാലും ഇതേപോലെ അലക്കാനൊക്കെ കുറേ ഉണ്ടാകുമ്പോൾ ഞാൻ പലഹാരപ്പണിയാണ് ഒഴിവാക്കുക. നല്ല കറികളൊക്കെ ഉണ്ടെങ്കിൽ പലഹാരം വേണമെന്നും ആർക്കും നിർബന്ധമില്ല. അപ്പോൾ ഇന്ന് കറിയും അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടതൊന്നുമല്ല. വഴുതനങ്ങ ആയാലും രസമായാലും കഴിക്കും. പക്ഷേ അതിൻ്റെ സൈഡ് കുറച്ചും കൂടി നല്ലത് വേണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അവരെ പറ്റിക്കാനായിട്ട് ചെമ്മീൻ പൊടി ഇട്ടത്. തൊണ്ട അങ്ങോട്ട് ശരിയായിട്ടില്ല കേട്ടോ. ശബ്ദം ചില നേരത്ത് ശരിയാവും, ചില നേരത്ത് ശരിയാവില്ല. കുറച്ച് ദിവസമൊക്കെ മരുന്ന് കഴിച്ചു. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ മരുന്ന് കഴിക്കുന്ന സ്വഭാവം എനിക്കില്ല. മരുന്ന് കഴിക്കാൻ വെച്ചാൽ അതിന് തന്നെയല്ല നേരമുള്ള തൊണ്ടയിലൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ ഇത്തിരി ചൂടുവെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ആക്കലാണ് ഒരു പതിവ് കേട്ടോ. പിന്നെ അത് കല്ലുമ്മ അലക്കാനുള്ള തുണികൾ അലക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആദ്യത്തിൻ്റെ പാൻറ്റുകളാണ് കൂടുതലും.
പിന്നെ എൻ്റെ ഡ്രസ്സുമാണ് കേട്ടോ കൂടുതൽ എപ്പോഴും ഉണ്ടാവുക. ചേട്ടൻ്റെയൊക്കെ മെഷീനിലിടും ഞാൻ. അപ്പോൾ മെഷീനിലിട്ടതൊക്കെ അവിടെ വിരിച്ചിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോഴേക്കും മഴ പെയ്തില്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് ഉണങ്ങി കിട്ടും. പിന്നെ ഇതൊക്കെ ഞാൻ വെറുതെ എങ്ങനെ ഇട്ടുള്ള വൈകുന്നേരം വരുമ്പോൾ നീർത്തിയിടാം. മെഷീനിൽ ഇട്ടതൊക്കെ അകത്തേക്ക് ഇട്ടിട്ട് ഇത് ഇവിടെ എല്ലാതും നീർത്തിയിടാമെന്ന് വിചാരിച്ചിട്ട് വെറുതെ അങ്ങോട്ട് ഇടണുള്ളൂ. വെള്ളമൊക്കെ വന്ന് അവിടെ കിടന്നുള്ളൂ. പിന്നെ ഈ അറ്റത്താകുമ്പോൾ കനം കുറഞ്ഞതാകുമ്പോൾ താഴത്തേക്ക് വീണ് പോകട്ടാ. തുടക്കത്തിലൊക്കെ വന്ന അവസരമൊക്കെ എൻ്റെ കുറേ തുണികളൊക്കെ താഴത്തേക്ക് വീണ് പോയിട്ടുണ്ട്. ഇപ്പം എനിക്കറിയാം എങ്ങനെയാണ് ഇടണേ, കനമുള്ളത് ഏത് ഭാഗത്ത് ഇടണം അങ്ങനെയൊക്കെ അറിയാം. ക്ലിപ്പ് ഇട്ടാൽ മതി കേട്ടോ. പക്ഷെ ക്ലിപ്പൊക്കെ വേഗം കേടാവണം. എന്ത് ഭംഗിയുള്ള ആകാശമെന്നൊക്കെ. ഒരു ഭാഗം നീല കളറ്, പിന്നെ അപ്പുറത്തെ ഭാഗം അത്യാവശ്യം മേഘങ്ങൾ, അതിൻ്റെ ഉള്ളിൽ കൂടെ ഒളിച്ച് നോക്കണം നമ്മുടെ സൂര്യൻ അല്ലേ. ഇങ്ങോട്ട് വരണോ വരണ്ടേന്ന് ആലോചിച്ച് നിൽക്കുക അവിടെ. ആളവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ ജോലികൾ തുടങ്ങാല്ലാണ്ട് വേറെ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ അതാ നമ്മുടെ കണ്ടപ്പൻ അവിടെ വന്നിരുന്ന് കരയുന്നുണ്ട്. രണ്ടാളും അടുക്കളയിലേക്ക് ഇങ്ങോട്ട് കടന്നിട്ടാണ് ചവിട്ടിയുമ്മയാണ് ഇരിപ്പ്. ചോറ് കൊടുത്ത് ഇന്നെന്തോ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ ചെമ്മീൻ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതെന്താവോ അവർക്ക് ഇഷ്ടമായില്ല എന്ന് തോന്നുന്നു. ചെമ്മീൻ പൊടി സാധാരണ ഇഷ്ടപ്പെടാറുണ്ട്, പക്ഷേ ഇന്നെന്താവോ അവർ കഴിച്ചില്ല കാര്യമായിട്ട്. അത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ചും കൂടി ചോറെടുത്ത് ഇത്തിരി വെളിച്ചെണ്ണ പറ്റി കൊടുത്തു. അപ്പോൾ പിന്നെ അവരൊക്കെ കഴിച്ചു കേട്ടോ. അപ്പം ഓരോ നേരത്തും ഓരോ തോന്നലല്ലേ, നമുക്ക് അതിൽ അങ്ങനെയൊക്കെ തന്നെയല്ലേ എല്ലാം. പിന്നെ അടുക്കളയിൽ നിന്ന് അടിച്ച് തുടച്ചിട്ട് കണ്ട് അങ്ങനെ അതേ കുളിയൊക്കെ കഴിഞ്ഞ് ജോലിക്ക് പോവാണ്, ഫുഡൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ നമ്മുടെ പാടത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. നമ്മുടെ ഷോർട്ട് വീഡിയോയിലേക്ക് അത് നന്നാവുമല്ലോ, അത് കാരണം അങ്ങോട്ട് അങ്ങനെ പിടിച്ചത്. പക്ഷെ ആകെ പുക പിടിച്ച മാതിരിയാണ് നിൽക്കണത്. വൈകുന്നേരം ചിക്കൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ ശ്രീകുട്ടൻ്റെ റെസിപ്പിയാണ്, അവൻ പറഞ്ഞു തന്ന പോലെയാണ് കേട്ടോ ഞാൻ ചെയ്യണത്. കുറച്ചൊക്കെ എൻ്റേതായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇന്നലെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ ലെമണും കൂടി പിഴിഞ്ഞ് വെച്ചു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അത് കൈ വെച്ച് തിരുമ്മി പിടിപ്പിക്കാം. കുറച്ച് നേരമൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ കോൺഫ്ലവറും മുട്ടയും എന്താ പറയുക ലൈസും ഒക്കെ വേണം കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു, അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ കൂട്ടുകാരുണ്ടാക്കാൻ ഉണ്ടാക്കിയിട്ടുള്ള സിമ്പിളാണ്, പക്ഷെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ലൈസ് ഞാനവിടെ ചോദിച്ചപ്പോൾ ആകെ 5 രൂപയുടെ 2 പാക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വേറെ ഷോപ്പിലേക്ക് പോയി അവിടെ ഗൂഗിൾ പേ ഒന്നും ഇല്ലാത്ത കാരണം ഞാൻ വേറെ ഷോപ്പുകളിലേക്ക് പോയില്ല കേട്ടോ. ഇതേ ചിക്കനിലേക്ക് തന്നെ കുറച്ച് കോൺഫ്ലവറും ഒരു 1-2 ടീസ്പൂണൊക്കെ അരിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അരിപ്പൊടി ലാസ്റ്റാണ് ചേർക്കണമെന്നുള്ള. മുട്ട ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഞങ്ങൾ ഇടണ്ടെന്ന് വെച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തു. 1 കിലോയിലേക്ക് വരെ ഒരു മുട്ടയൊക്കെ ഉപയോഗിച്ചാൽ മതി കേട്ടോ. കോൺഫ്ലവറിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കുഴക്കില്ലേ, അതങ്ങനെ കുഴയ്ക്കുമ്പോൾ അതിൽ എന്താ പറയുക, ആ ഒരു ചിക്കനിൽ മൊത്തത്തിൽ കോൺഫ്ലവർ പിടിച്ചിട്ടുണ്ടാവണം. നമുക്ക് കണ്ടാലൊരു ഫീൽ ഉണ്ടാവില്ല, അതങ്ങനെയൊക്കെ നോക്കുക കേട്ടോ. അല്ലെങ്കിൽ അതിൽ ആ വാട്ടർ കണ്ടൻറ്റ് ഉള്ളതിനനുസരിച്ചിട്ടൊക്കെ കോൺഫ്ലവർ മാറ്റം വരും. അതിൽ 2 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ടു കേട്ടോ, ഇത്തിരി ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ലൈസ് മുക്കുമ്പോൾ ക്രിസ്പിയൊക്കെ ആയിട്ട് ഇരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. നമ്മുടെ ലൈസും പൊട്ടിച്ച് വേറൊരു പാത്രത്തിലേക്കും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വയ്ക്കുക. പിന്നെ നമ്മൾ ഇങ്ങനത്തെ കോട്ടിങ് കൊടുക്കണത് വറക്കണതൊക്കെ എപ്പോഴും ഇത്തിരി കൂടുതൽ വെളിച്ചെണ്ണ വേണം കേട്ടോ. അല്ലെങ്കിൽ അത് നമ്മൾ ഇളക്കിയെടുക്കുമ്പോൾ ആ കോട്ടിങ്ങൊക്കെ അവിടെ തന്നെ ഇരിക്കും, ചിക്കൻ മാത്രമാവും നമുക്ക് കിട്ടുക. അപ്പോൾ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം വേണം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിലും ഒട്ടിപ്പിടിക്കും. ഇതേ ഐസിലേക്ക് ഓരോ കഷ്ണം എടുത്ത് മുക്കിയിടാണ് കേട്ടോ. അപ്പോൾ വലിയ പീസുകളാണെന്ന് വെച്ചാൽ നമുക്ക് പണി എളുപ്പമാണ്. പക്ഷേ ഇതിപ്പോൾ ഇന്നലത്തെ ചിക്കൻ കറിയുടെ ബാക്കിയല്ലേ, അധികം ഒന്നുമില്ല, ഒരു 10-15 പീസ് മാത്രമേ ഉള്ളൂ. ഒരു കൊതിക്ക് മതിയായില്ല കേട്ടോ. എല്ലാവർക്കും ഓരോ കഷ്ണം തന്നെ ഉണ്ടായിരുന്നുള്ളൂ, ലൈസ് കുറവല്ലേ, അത് കാരണം കൊണ്ട്. അപ്പോൾ ഇനി ചിക്കൻ മേടിക്കുന്ന ദിവസം ഇതേപോലെ ചെയ്ത് കൊടുക്കണമെന്നാണ് നമ്മുടെ ശ്രീകുട്ടൻ പറഞ്ഞേക്കണത്. അവനാണ് കേട്ടോ വെറൈറ്റി ഫുഡുകളൊക്കെ വന്ന് പറയുന്ന ആൾ. ആദിത്യം എന്ന് പറയുന്നത് അവന് മീനാണ്. മീനിപ്പോൾ എങ്ങനെ വറുത്ത് കൊടുത്താലും ഒരു വിരോധമില്ല, മീൻ വറുത്ത് കൊടുക്കണമെന്ന് നിർബന്ധമുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ ഇട്ട് കഴിഞ്ഞ് അത് മറിച്ചിടാണ്. അപ്പോൾ ഈ ഒരു ബാച്ച് മാത്രം തന്നെയാണ് നമ്മുടെ ലൈസ് മുക്കി പൊരിക്കാനായിട്ടുണ്ടായുള്ളൂ. ചേട്ടനും ശ്രീകുട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാ. ചേട്ടൻ വന്ന വഴി തന്നെ വരുമ്പോൾ തന്നെ തപ്പി നോക്കൂട്ടാ എന്തിട്ടൊക്കെ ഉള്ളതെന്ന്. അപ്പോൾ ഓടിപ്പോയി ഇതോരെടുത്ത് കഴിച്ചിട്ട് അടിപൊളിയുണ്ടെന്ന് പറയുന്നുണ്ട്. നല്ല പറയല്ല കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെയാണ്. കൂട്ടുകാരെ വയ്ക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയോളാം, അടിപൊളിയാണ്. ഞാൻ എൻ്റെ തന്നെ റെസിപ്പീനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയല്ലേ, എന്തെങ്കിലും ആവട്ടെ. കൂട്ടുകാരെന്തായാലും ഉണ്ടാക്കി നോക്കാം കേട്ടോ. എന്നിട്ട് ഇത് ഞാനൊരു ബൗളിലേക്ക് കോരിയിട്ടു. എന്നിട്ട് പിന്നെ ബാക്കിയുള്ളത് പിന്നെ ലൈസ് മുക്കാണ്ട് കോൺഫ്ലവറൊക്കെ മിക്സ് ചെയ്തതല്ലേ, ഇതിനെ നമുക്ക് ഫ്രൈഡ് ചിക്കൻ എന്നും അതിന് റോസ്റ്റഡ് ചിക്കൻ എന്നും പറയാമല്ലേ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കാൻ മറന്നു പോയില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഒരു ബൗളിലൊക്കെ വെച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഓരോരുത്തരും കഴിച്ചുകൊണ്ട് നടക്കുകയാണ്. നമ്മുടെ കണ്ടപ്പനും അവിടെ പിന്നാലെ നടക്കുന്നുണ്ട്. ഇവരെ കയ്യിൽ നിന്നൊക്കെ കിട്ടുന്ന എല്ല് കിട്ടാനായിട്ട് നോക്കി നടക്കുന്നുണ്ട്.
ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ കുഞ്ഞു പൂച്ച ഇല്ലാണ്ടായോടുകൊണ്ടിട്ടുണ്ടല്ലോ, ഒരു 10 പൂച്ചയുടെ കുറവ് ഇവിടെ തോന്നുകയാണ് കേട്ടോ നമുക്ക്. എന്ന് വെച്ചാൽ അവൾ ഏത് നേരം അകത്തേക്ക് ഓടി പഞ്ഞ് വരില്ലേ, വാതിൽ തുറക്കണമെന്ന് നോക്കിക്കും. എന്നിട്ട് എൻ്റെ കാലിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കും കേട്ടോ. എത്ര പ്രാവശ്യം ചവിട്ട് കിട്ടാൻ പോയിട്ടുണ്ടെന്നറിയോ, എന്നാലും അവളെ നീക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെയും വരും. രണ്ടാമത്തെ ചിക്കൻ ട്ടാ, ഇതിനെ നമുക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ എന്ന് വിളിക്കാം അല്ലേ, മറ്റേത് ഫ്രൈഡ് ചിക്കൻ എന്നായിക്കോട്ടെ. രണ്ടും നല്ല ടേസ്റ്റാണ്. പിന്നെ ലൈസ് മുക്കിയിട്ട് ഫ്രൈ ആക്കിയത് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കണ ആ ഒരു മസാലയുടെ ഫീല് കിട്ടുന്നുണ്ട്. അമ്മ അതെവിടെ ഇരുന്ന് ടി വിയാണ്. ടി വി കംപ്ലൈൻറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ടി വി കംപ്ലൈൻറ്റ് ഒന്നുമില്ല, പക്ഷേ ക്യാമറയുടെ ഉള്ളിൽ കാണുമ്പോൾ ഇങ്ങനെയാണ്. കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, അത് ശരിയാക്കി, ഇപ്പോൾ കുഴപ്പമില്ല, കാണാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷേ എന്താ ക്യാമറയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കാണണമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അത് ആദ്യത്തെ ചിക്കൻ ഫ്രൈ ആക്കിയത് അച്ചമ്മയ്ക്ക് കൊണ്ടു കൊടുക്കുകയാണ്. അപ്പോൾ അച്ചമ്മ അതിൽ നിന്നും ഒരു കഷ്ണം ആദ്യത്തിനും കൊടുത്തു, അത്രയ്ക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട്. ഒരു പ്രായം കഴിഞ്ഞ് അങ്ങനെയല്ലേ, നമുക്കങ്ങനെ ഫുഡുകൾ അങ്ങനെ കഴിക്കാൻ പറ്റില്ല, ഭയങ്കര ഗ്യാസും പ്രശ്നങ്ങളും ഒക്കെയാണ് കേട്ടോ അമ്മയ്ക്ക്. അത് കാരണം കൊണ്ടാണ് അവനത് കൊടുത്ത് ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞിട്ടാണ് തിരിച്ചു വന്നുള്ളൂ കേട്ടോ. ചേട്ടൻ എത്തിയിട്ടില്ല കേട്ടോ. ഈ ചിക്കനായ കാരണം പിള്ളേർ തിരക്ക് കൂട്ടിയിട്ടാണ് വേഗം ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നത് കേട്ടോ. അവൻ്റെ അവിടുത്തെ ഇരിക്കലൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇരുന്ന് പിന്നെ ഞങ്ങൾ വട്ടട്ടിരുന്ന് കഴിക്കുകയാണ്. ഞാൻ അവിടുത്തെ മറിച്ചിട്ട് കണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇവിടെ വീണ്ടും വന്നിരുന്ന് അങ്ങനെ കഴിക്കാൻ കേട്ടോ, വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിങ്ങനെ കഴിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷമായിട്ട് എനിക്ക് തോന്നാറ്. നമുക്ക് കുറച്ചുള്ളെങ്കിലും അത് പങ്കുവെച്ച് കഴിക്കുക, കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ കഴിക്കുക അല്ലേ. അപ്പോൾ ശ്രീകൂട്ടൻ പറഞ്ഞാണ് ഇനി വാങ്ങിക്കുമ്പോൾ ചിക്കൻ വാങ്ങിക്കുമ്പോൾ കൂടുതൽ ലൈസ് വാങ്ങിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കണം, എല്ലാ ചിക്കനും ഇങ്ങനെ ഫ്രൈ ആക്കി കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ സൺഡേയിലോ ശനിയാഴ്ച എപ്പോഴെങ്കിലും എന്തായാലും വാങ്ങിക്കുമല്ലോ. അപ്പോൾ വാങ്ങിക്കുമ്പോൾ അവരുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ആൺപിള്ളേരെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രായത്തിൽ നമ്മളോട് പറയണ പോലെ കുറച്ചും കൂടി കഴിഞ്ഞാൽ പറയില്ല അല്ലേ, അവർക്ക് ഇഷ്ടപ്പെട്ടത് അവർ ചിലപ്പോൾ ഹോട്ടലിൽ നിന്ന് പോയി കഴിച്ചു എന്ന് വരും. അപ്പോൾ ഇപ്പോൾ അവർ ചോദിക്കുന്നത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. അത് എൻജോയ് ചെയ്തിട്ട് കേട്ടോ, ഹാപ്പി ആയിട്ട് വേണം അത് ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കില്ലല്ലോ. അപ്പം നാളെ രാവിലെ 9 മണിക്കാണ്.